നീറ്റും ചോദ്യപേപ്പറുകൾ ചോർന്നതിന് പിന്നാലെ ഏറെ കൊട്ടിഘോഷിച്ച രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരയും ഇപ്പോൾ ചോർന്നൊലിക്കുകയാണ്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കടൽപ്പാലം അടൽ സേതുവിനും അടുത്തിടെ വിള്ളൽ വീണിരുന്നു. അധികാരത്തിലേക്ക് ഒരുവിധം നടന്നു കയറിയ മൂന്നാം മോദി സർക്കാരിന്റെ പ്രതിച്ഛായയല്ലേ ഇങ്ങനെ ചോരുന്നതെന്നാണ് ജനം ചോദിക്കുന്നത്. കഴിഞ്ഞ മാസം നടന്ന നീറ്റ് പരീക്ഷയിലുണ്ടായ പാളിച്ചകൾ വിവാദമായതോടെയാണ് സർക്കാർ അനാസ്ഥയെക്കുറിച്ച് ഗൗരവമായ ചർച്ചകളൊക്കെ ഇങ്ങനെ ഉയരുന്നത്. 30 മുതൽ 40 ലക്ഷം വരെ രൂപയ്ക്ക് നീറ്റിന്റെ ചോദ്യപേപ്പർ ഡാർക്ക് വെബിലും നെറ്റിലും ഒക്കെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. ചോദ്യപേപ്പർ ചോർന്നില്ലെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആദ്യം എടുത്ത നിലപാട്. 2 കേന്ദ്രങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്ന് പിന്നീട് മന്ത്രി മാറ്റി പറഞ്ഞെങ്കിലും പക്ഷേ പരീക്ഷാ നടത്തിപ്പുകാരായ NTA അത് അംഗീകരിച്ചില്ല. ഒരിടത്തും ചോർച്ചയേ ഉണ്ടായില്ലെന്നായിരുന്നു NTA വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ട്. എന്നാൽ കേസിൽ ബീഹാറിൽ അറസ്റ്റിലായവർ തന്നെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന കാര്യം വെളിപ്പെടുത്തി. നീറ്റിന്റെ കാര്യം നീറ്റിന്റെ പേരിൽ സർക്കാർ വലിയ പരിക്കേറ്റ് നിൽക്കുമ്പോഴാണ് അടുത്ത പൊല്ലാപ്പായി നെറ്റ് എത്തിയത്. നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറും മെസ്സേജിംഗ് ആപ്പുകളിൽ ലീക്കായി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നാഷണൽ ക്രൈം ത്രെറ്റ് അനലിറ്റിക്സ് യൂണിറ്റാണ് ക്രമക്കേട് കണ്ടെത്തിയത്. വിദ്യാഭ്യാസ രംഗത്തെ മോദി ഗ്യാരണ്ടി ഇതായിരുന്നുവെന്നാണ് ജനം ഇപ്പോൾ ചോദിക്കുന്നത്. പോട്ടെ, നെറ്റും നീറ്റും കൊണ്ട് ഇരിക്കപ്പുറതയില്ലാതായ മോദി സർക്കാരിന് തലവേദനയായി വീണ്ടും ചോർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലമൊക്കെ അല്ലേ. കഴിഞ്ഞ ജനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത 17,840 കോടി ചെലവിട്ട് പണിത അടൽ സേതു പാലത്തിൽ 6-ാം മാസത്തിൽ ഇതാ വിള്ളൽ വീണു. രാജ്യത്തിന്റെ തന്നെ അഭിമാനമെന്ന് പ്രധാനമന്ത്രി തന്നെ വിശേഷിപ്പിച്ച ഏറ്റവും വലിയ കടൽപ്പാലത്തിനാണ് ഈ ഗതി. ആരോടും പറയണ്ട. ചോർച്ച അവിടെയും തീർന്നില്ല. അയോധ്യയിലെ രാംലല്ലയുടെ കാര്യത്തിലും സർക്കാരിന് വലിയ തിരിച്ചടിയായി. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതിനാൽ ധൃതിയിൽ ഉദ്ഘാടനം ചെയ്ത ശ്രീകോവിലിൽ പ്രധാനമന്ത്രി പ്രതിഷ്ഠിച്ച രാംലല്ല ഇപ്പോൾ മഴ നനഞ്ഞുകൊണ്ടിരിപ്പാണ്. പെയ്യുന്ന വെള്ളം ഒരു തുള്ളി പോലും ഒഴുകി പോകുന്നില്ലെന്നാണ് മുഖ്യ പൂജാരിയുടെ പരാതി. രാജ്യമാസകലം ഏറെ കൊട്ടിഘോഷിച്ച് കോടികൾ ചെലവിട്ട് നിർമ്മിച്ച രാമക്ഷേത്രത്തിന് പോലും ചോർച്ചയെങ്കിൽ രാജ്യത്തിന്റെ സ്ഥിതി എന്താകുമെന്നാണ് ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്.